വിദേശകാര്യ നിരീക്ഷകൻ ബി ദിലീപ് കുമാർ കൂടിയുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം. ദിലീപ്, ഇവിടെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വരുന്ന പരാമർശങ്ങൾ, അഭിമുഖത്തിൽ അവർ ഏത് തരത്തിലേക്ക് പരിഹാസ്യരാകുന്നു എന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞത് ശക്തമായി തിരിച്ചടി നൽകും എന്നുള്ളതാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട്. വിദേശകാര്യ സെക്രട്ടറി പറയുന്നത് ഇത് രണ്ട് രാജ്യങ്ങളും തമ്മിൽ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. എന്നാൽ ഇന്ത്യ ഈ കാര്യത്തിൽ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എന്നതും നമുക്കറിയാം. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഒരു അടുത്ത ഘട്ടം ഇതിനുണ്ടാകും എന്ന സൂചന കൃത്യമായി തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. തിരിച്ചടിക്കാൻ ഇനിയും ഒരുക്കമാണ്. വേണ്ടി വന്നാൽ അത് ഭീകരവാദ കേന്ദ്രങ്ങളിനപ്പുറത്തേക്ക് സൈനിക മേഖലകളിലേക്കൊക്കെ ഈ ആക്രമണം ആ തരത്തിലേക്കൊരു പ്രകോപനം സൃഷ്ടിച്ചാൽ ഉണ്ടാകുന്നതിന് മടിക്കില്ല എന്നുകൂടി പ്രധാനമന്ത്രി പറയുകയാണ്. അതിനിടെയാണ് ലോകരാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്ന് ചില നീക്കങ്ങൾ, ചില പ്രതികരണങ്ങൾ വരുന്ന. ഇറാന്റെ നേതാവ് ഇങ്ങോട്ടേക്ക് എത്തുന്നു. അത് നേരത്തെ തന്നെ നിശ്ചയിച്ച ഒരു കൂടിക്കാഴ്ചയാണ്. പാകിസ്ഥാനിൽ നിന്ന് അദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവിടെയൊക്കെ ഈ കാര്യത്തിൽ ഒരു മധ്യസ്ഥ ചർച്ചകളിലേക്കൊക്കെയുള്ള സാധ്യത ഉണ്ടോ? എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അനുജ, വളരെ നിർണായകമായ കൂടിക്കാഴ്ചയാണ് ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി ഇന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തുന്നത്. അദ്ദേഹം കൂടിക്കാഴ്ചയ്ക്കായി ഡൽഹിയിലെത്തിക്കഴിഞ്ഞു. ഇന്ത്യ ഇറാൻ സൗഹൃദ കരാറിൻ്റെ 75-ാം വാർഷിക വേള കൂടിയാണിത്. അതുകൊണ്ട് തന്നെ വളരെ സുപ്രധാനമായ തീരുമാനങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. മതത്തെ ഭീകരതയ്ക്ക് മറയാക്കുന്നതിനെ ഇറാൻ ശക്തമായി എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ്റെ നിലപാടിനോട് യോജിക്കാത്ത രാഷ്ട്രമാണ് ഇറാൻ. മേഖലയിൽ സംബന്ധിച്ച് ഇറാനുമായുള്ള സൗഹൃദം വളരെ നിർണായകവുമാണ്. കാരണം വളരെ സുപ്രധാനമായ ഇന്ത്യ ഇറാൻ പ്രകൃതിവാതക ഇടനാഴി അടക്കമുള്ള നിരവധി വിഷയങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇറാനുമായുള്ള സൗഹൃദം അത് വളരെ നിർണായകമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ എടുക്കുന്ന തീരുമാനങ്ങളും സുപ്രധാനമാണ്. നേരത്തെ കോവിഡ് കണക്കിലെടുത്ത് ഇന്ത്യ ഇറാൻ സൗഹൃദ കരാറുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ, ചർച്ചകൾ, ഇതിലൊക്കെ ചില മന്ദഗതിയിൽ ചില കാര്യങ്ങൾ പോയിരുന്നു. അത് ഒരുപക്ഷെ കൂടുതൽ വേഗത്തിലാക്കുന്നതിന് ഇന്നത്തെ ഈ കൂടിക്കാഴ്ച നിർണായകമായേക്കും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ആഗോളതലത്തിൽ പാകിസ്ഥാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന കാഴ്ചയാണ് ഇപ്പോഴുമുള്ളത്. തുർക്കി മാത്രമാണ് പാകിസ്ഥാനെ പിന്തുണച്ച് രംഗത്തെത്തിയിട്ടുള്ള രാജ്യം. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ ഇതുവരെ ഒരു മധ്യസ്ഥ നിലപാട്, അല്ലെങ്കിൽ പാകിസ്ഥാനോ ഇന്ത്യക്കോ അനുകൂലമല്ലാത്ത ഒരു നിലപാട് അവർ സ്വീകരിക്കുമ്പോൾ ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് തന്നെ നിരവധി ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് വൻ ശക്തികളൊക്കെ രംഗത്ത് വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. തിരിച്ചടി നൽകിക്കഴിഞ്ഞു എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇനി കൂടുതൽ സംഘർഷത്തിലേക്ക് പോകാതെ നോക്കണം ഇരു രാജ്യങ്ങളും എന്ന നിലയിലുള്ള പ്രതികരണം വന്നിട്ടുണ്ട്. ഇന്ത്യയും ലോകരാജ്യങ്ങൾക്ക് ഈ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നിരവധി ലോകരാഷ്ട്രങ്ങളിലെ സുരക്ഷാ ഉപദേഷ്ടാക്കളുമായോ അല്ലെങ്കിൽ മറ്റ് വിദേശകാര്യ വക്താക്കളുമായിട്ടൊക്കെ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, കേന്ദ്ര വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി എന്നിവർ സംസാരിച്ചിരുന്നു. ആ ചർച്ചയിലൊക്കെ ഇന്ത്യ നൽകിയിട്ടുള്ള ഉറപ്പ്, ഇന്ത്യ തിരിച്ചടി നൽകിക്കഴിഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന് തക്കതായ മറുപടി നൽകിക്കഴിഞ്ഞു. പാകിസ്ഥാന് 2 ആഴ്ച സമയം അനുവദിച്ചിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്നതിനും ഭീകരർക്കെതിരെ നടപടിയെടുക്കുന്നതിനുമുള്ള സാവകാശം നൽകിയിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് പാകിസ്ഥാനിലെ ഭീകരത്താവളങ്ങൾ ഉന്നമിട്ട് ഈ ആക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത്. അത് പാകിസ്ഥാനിലെ സൈനിക താവളങ്ങൾക്ക് എതിരായിരുന്നില്ല, സൈനിക താവളങ്ങളിലേക്കുള്ള ആക്രമണമായിരുന്നില്ല, പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾക്കെതിരായ ഒരു ആക്രമണമായിരുന്നില്ല, മറിച്ച് ഭീകരത്താവളങ്ങളെ മാത്രം ഉന്നമിട്ടുള്ള ആക്രമണമായിരുന്നു. ആ ലക്ഷ്യം നിറവേറ്റി കഴിഞ്ഞു. ഇനി ഇന്ത്യ ഒരു ആക്രമണത്തിന് അങ്ങോട്ട് മുതിരില്ല. ഇങ്ങോട്ട് ആക്രമിച്ചാൽ അതിന് തക്കതായ മറുപടി അപ്പോൾ നൽകും എന്ന കാര്യവും ഇന്ത്യ ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പാകിസ്ഥാൻ്റെ ഉത്തരവാദിത്വമാണ് ഈ സംഘർഷം വർദ്ധിക്കാതിരിക്കാൻ നോക്കുക എന്നത്. അത് ആഗോളതലത്തിൽ ഇന്ത്യ നൽകിയിട്ടുള്ള ഒരു ഉറപ്പ് കൂടിയാണ്. ആ ഉറപ്പിനെ ലോകരാജ്യങ്ങൾ കണക്കിലെടുക്കുന്നുണ്ട് എന്ന് വേണം ഈ സമയത്ത് നമ്മൾ കരുതേണ്ടത്. മറിച്ചൊരു പ്രകോപനം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർ ആഗോളതലത്തിൽ കൂടുതൽ ഒറ്റപ്പെടും. ഇന്ത്യക്ക് കൂടുതൽ പിന്തുണ ലോകരാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും. അനുജ.